നീ ഇവിടെ പണിക്ക് വന്നാണ് അതോ എനിക്കിട്ട് പണി തരാനായിട്ട് വന്നാണ്? എന്താ കാര്യം എന്താണ്? അല്ല, നീ അയാളെ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് നീ എന്താ പറഞ്ഞ? ചായക്ക് മധുരയില്ല, വെള്ളമില്ല, തേയിലയില്ല എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഇവിടെ കയറി ചായ കുടിക്കോടാ? എന്റെ ചേട്ടൻ ഇവിടെ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, എന്റർടൈൻമെന്റ് കൊടുക്കണം, നമ്മൾ പാട്ട് വെക്കണം. വേണ്ടി പണിയാം, ഞാൻ പാടട്ടെ. നീ പാടണ്ട, അതിലും മേലും പാട്ട് വെച്ചാൽ മതി. വേറെ പാട്ടുകളൊന്നും വെക്കാൻ നിൽക്കരുത്. വേറൊരു പാട്ട്, നൈസ് പാട്ട് സാധനം. ഏത് പാട്ട്? ഇത് കേട്ടോ. ഇത് വേണം, സൂപ്പർ താനാ. വെറുതെ നിരാകാരം കിടക്കണം. ഇത് കൊള്ളാം. ഇതുപോലുള്ള പാട്ടുകൾ നമ്മൾ നിർത്തണോ പാട്ട്? എന്താണ് നിർത്താൻ? എന്താണ് എന്റെ കൺട്രോൾ പോകുന്നതോ? പാട്ട് കേട്ടിട്ട് കൺട്രോൾ പോണ ഒരാളാദ്യമായിട്ട് നിന്നെ കണ്ടിട്ട് ഞങ്ങളുടെ കൺട്രോളാ പോണ. എന്ത് കാര്യത്തിലാണ് കൺട്രോൾ പോണ? ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ ഇവിടെ കിടന്ന് നിരാഹാര സമരം ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇങ്ങനെ അയില വറുത്തതുണ്ട്, പൊയില വറുത്തതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാലേ ഇവിടെ കിടന്ന് വിശന്ന് ഊപ്പാട് വരുവാ. താനെന്തിനാ നിരാഹാരം കിടക്കണം? ഞാൻ നിരാഹാരം കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടാ, ആ കമ്പനിയിൽ ഞാൻ 6 മാസം ഞാൻ ജോലി ചെയ്താ. ഇതുവരെക്കായിട്ട് എനിക്ക് എന്റെ ശമ്പളം കിട്ടിയിട്ടില്ല. ആ ശമ്പളം കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇവിടെ നിരാഹാരം കിടക്കുന്നത്. അയ്യോ, ശമ്പളം കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ നിരാഹാരം കിടക്കുന്നത്? അല്ലാതെ എന്ത് കമ്പനിയാണത്? പൈപ്പ് കമ്പനി. പൈപ്പിന്റെ കമ്പനിയിലാണ് പണി അല്ലേ? അല്ല, മൊത്തത്തിൽ അങ്ങനെ അവര്. ഹലോ, എന്തോ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാനും നിങ്ങളെ പോലെ മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യനാന്ന്. ചിരിപ്പിക്കുമല്ല മജ്ജ. ഓക്കെ, മറ്റൊന്നും കാണാനല്ലോ മാംസം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ നിരാഹാരം കിടക്കുന്നത് ഞാൻ നിർത്തത്തില്ല. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കത്തില്ല. ചൂട് ചായ തരട്ടെ? വേണ്ട വേണ്ട, പോടോ. അതെ, ഞാൻ ചിക്കൻ വറക്കണ സമയത്തൊന്നും ഫ്രണ്ടി വരില്ല കേട്ടാ. ഞാൻ കാടയാണെന്ന് പറഞ്ഞ് വറുത്തുകളയും. ഒന്ന് പോടോ എണീച്ച്. നിങ്ങൾ എന്തിനാടാ എന്റെ ഈ നിരാഹാരം കിടക്കുന്ന അവിടെ കൊണ്ട് തന്നെ ഈ കട കൊണ്ട് അങ്ങോട്ട് നോക്കി നിരാഹാരം കിടന്നോ? ഞങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്കങ്ങനെ കിടക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ കിടക്കാൻ നേരത്ത് മൊത്തം ഇങ്ങോട്ടില്ലേ ഓരോരുത്തർ വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് എന്റെ വായിക്കൂടെ വെള്ളം മുഴുവൻ. നിരാഹാരം മുടങ്ങുന്ന സംശയം. ഇവന്മാരെന്റെ സമരം പൊളിക്കും. ഞാൻ ആരോടും പറയില്ല. 2 ദോശ എടുത്ത് തരട്ടെ, കഴിച്ചിട്ട് കിടന്നു. ആരോടും പറയില്ല. 2 ദോശ എടുത്ത് തരട്ടെ. CC ക്യാമറ കിടന്നോടാ. വല്ല എന്റെ പൈസ എത്രയും? 3 ദോശ അല്ലേ കഴിച്ചേ? 3 ദോശ ചമ്മന്തി എന്ന് പറയുമ്പോ ചായല്ല. 3 ദോശ ചമ്മന്തി 30 രൂപ. 30 കൂടുതലല്ലേ? കൂടാണോ? 3 മസാലക്ക് എന്താ സംഭവം? ഞാൻ ഒരു കാര്യം പറയട്ടെ. 5-6 ദിവസമായിട്ട് നമ്മൾ ഈ വണ്ടിയും തള്ളി പല സ്ഥലങ്ങളിൽ പോവാണ്. ഒക്കെ നമ്മൾ പോലീസ് ഓടിച്ചു വിടും. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുന്ന് നമ്മളെ പോലീസ് ഓടിച്ചു വിടും. ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ എന്താ പ്രശ്നം? ഇത് തട്ടുകട നിരോധന മേഖലയാണിത്. തട്ടുകട ഇടാൻ പാടില്ല. ഇല്ലല്ല, നമുക്ക് തട്ടുകടയുടെ മുമ്പിലേ പുട്ടുകട എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് കച്ചവടം ചെയ്താൽ ഇതാണ് കുഴപ്പം. ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കില്ല. ഇത് എനിക്ക് തോന്നില്ല ഇവിടെ വിടും. കോർപ്പറേഷൻകാർ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴ് തന്നെ എടുത്തോണ്ട് പോവുകയും ചെയ്യും. അത് ശരിയാ. കോർപ്പറേഷനിൽ നിന്ന് ആരെങ്കിലും വന്ന വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിന്നെ അടുത്ത് വണ്ടി ഇട്ടിട്ട് പോകും. നീ ഇതൊക്കെ എന്ത് രൂപ? നിങ്ങളെ ജോലി നിങ്ങൾ ചെയ്യാൻ നോക്ക്. വെറുതെ ഞങ്ങൾ ഇവിടെ നിരാഹാരം കിടക്കുന്ന ഞങ്ങളെയൊക്കെ വന്ന് ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ ജോലി അങ്ങ് ചെയ്താൽ പോരായിരുന്നു. കടയിൽ കച്ചവടം തീരെ ഇല്ലാത്ത ഏരിയ ആണല്ലോ ഇത്. ഇവിടുന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ ശരിയാകല്ല. ഇത് പോയില്ലെങ്കിൽ ശരിയാവത്തില്ല. എന്താ ചെയ്യാനെന്നുള്ള ഞാൻ ആലോചിക്കണം. അതെ, ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാ? ഇവിടെ അടുത്തായിട്ട് എവിടെയാണെന്ന് പറഞ്ഞു? പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തെവിടെയാന്ന് പറഞ്ഞത്? പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സാറേ? ഇവിടെ ഇരി സാറേ. പേപ്പറിന്റെ പുറത്തോ? അവിടെ ഇരിക്കും. സ്ഥലം മാറി വന്നാ കറക്റ്റ് അഡ്രസ് പറഞ്ഞു കൊടുക്കുന്ന കറക്റ്റ് സ്ഥലത്ത് പോയി. അതല്ല, പോലീസ് സ്റ്റേഷനിൽ സ്ഥലം മാറി വന്നാ സാറാ. എന്താ ഒരു സംസാരം? ഒന്നുമില്ല, പുതിയ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന SI ആണ്. എന്റെ പൊന്നെ, വെളിച്ചപ്പാടിനെ കണ്ടത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വെളിച്ചപ്പാടാണത്. അതെ, ഒരു ചായ തരും. ഒരു ചായ സാറേ. അതെ, പിന്നെ നമ്മളിപ്പോ ഈ പല സ്ഥലത്തും കൊണ്ട് കടയിട്ട് സാറേ. അപ്പൊ പോലീസുകാർ മാറ്റി ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ട് കച്ചവടം തീരെ. എന്താ പറയാ, ഇനിയിപ്പോ പ്രശ്നമല്ല. ഞാനിപ്പോ എന്റെ സ്റ്റേഷൻ പരിധിയല്ലേ ഇത്. അപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ല. നമ്മളങ്ങനെ ശല്യക്കാരനൊന്നും അല്ലല്ലോ. നമുക്കറിയാം നിങ്ങൾ ജീവിക്കാൻ നടക്കാവുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അല്ല, വേറെ പ്രശ്നം വെച്ചാൽ നമുക്ക് മേളിൽ നിന്നുള്ള പ്രശ്നം. ഇപ്പൊ മേളിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ നമുക്കിപ്പോ അത് മാറ്റി അങ്ങനെ ചെയ്യാൻ പറയാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സാറിനെ കണ്ടാലും അറിയാം ഒരു നല്ലൊരു മനുഷ്യൻ. അല്ല, കുഴപ്പമില്ല. എന്റെ ഭാഗത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ മര്യാദക്ക് ചെയ്യാത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ പൊറോട്ട ഉണ്ടോ? പൊറോട്ട ഉണ്ട്. പൊറോട്ട ഉണ്ടെങ്കിൽ ഒരു 30 പൊറോട്ട,
പാഴ്സലാണ് വേണ്ടത്. പിന്നെ ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ ഏതെങ്കിലും ഒരു 5 എടുത്തു. ചിക്കൻ ഫ്രൈ 5. പിന്നെ അല്ലാതെ ഒരു ഓംലെറ്റ് എടുത്തു ഒരു 5. ഡബിൾ വെച്ചിട്ട് 5 കേട്ടോ. പാഴ്സൽ എടുത്തു. ഓക്കെ സാറേ. പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഫ്രൂട്ട് സലാഡ്സ് ഉണ്ട്. ഫ്രൂട്ട് സലാഡ്സ് ഞാൻ മെമ്പർ ആയിരുന്നു, പക്ഷേ ഇത് എല്ലാം കൂടെ നടക്കണം ക്ലബിന്റെ പരിപാടി. ഇത് എല്ലാം കൂടെ മറ്റേ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അല്ല, ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട്സ് ഒക്കെ വെട്ടിയിട്ട് ഒരു പ്ലേറ്റ്. അതാണ് ഞാൻ. അയ്യോ അതില്ല. വേറെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ടോ? സ്നാക്സ് ചെറുകടിയേ സ്നാക്സ്. അയ്യോ ചെറുകടിയെ. പിന്നെ ബോണ്ട ഉണ്ട്, ഉഴുന്നുവട, കേക്ക് ഉണ്ട്. കേക്ക് അല്ല ഇപ്പൊ അതാ കേൾക്കാൻ പറ്റിയൊരു മൂഡിലല്ല ഞാൻ. വേറെ എന്തെങ്കിലും. പിന്നെ നെയ്യപ്പം ഉണ്ട് സാറേ. നെയ്യപ്പം ഉണ്ടോ? നല്ല ഫ്രഷ് നെയ്യപ്പം. അത് ശരി. സാറിന് അറിയാലോ ഈ നെയ്യപ്പം തിന്നാ 2 ഉണ്ട് കാര്യം. എന്നൊരു കാര്യം ഞാൻ നെയ്യപ്പം എനിക്ക് എന്നിട്ട് ആ 2 ഉണ്ട് താരം എടുത്തു. ജോക്കാണ് മിസ്റ്റർ. ഞാനൊരു പോലീസുകാരനാണെങ്കിലും നമ്മൾ ജോലിയുടെ ഇടയിൽ തമാശ പറയുന്നൊരു പോലീസുകാരനാണ്. ഭയങ്കര സന്തോഷമായി. മനസ്സിലായി. നമുക്ക് അതൊന്നുമല്ല, നമ്മൾ നിങ്ങളുടെ കൂടെ ഒക്കെ ഇടവിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ. പ്രശ്നമൊന്നുമില്ല. വേറെ കാര്യം സന്തോഷമായി. കുഴപ്പമില്ല സാറേ. ഇതെന്താ പ്രശ്നം? അതെ ഇവിടെ നിരാഹാരം കടന്നിരുന്നാണ് പുള്ളി. അതെ. ഉറക്കമായോ? ഉറയും കാണാൻ ചിലപ്പോൾ ഞാൻ വന്നപ്പോൾ നോക്കിയാലും പേടിച്ചിട്ട് വല്ലതാണെന്ന് അറിയില്ല. കമ്പനിയിൽ നിന്ന് ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ശമ്പളം കിട്ടിയിട്ടേ ഭക്ഷണം കഴിക്കോളൂ എന്ന് പറഞ്ഞു. 2-3 ദിവസമായെന്ന് തോന്നുന്നു. ശരിയല്ലേ? മാറിക്ക്. എന്താ സാറേ? വിളിച്ചോ. ഹലോ സുഹൃത്തേ, എഴുന്നേറ്റേ. ഹലോ. അനക്കില്ല സാറേ. പണിയാല്ല. മരിച്ചാ? നക്കമില്ല. അതൊരു കാര്യം നമുക്ക് നോക്കാം. നമുക്ക് കൃത്രിമശ്വാസം കൊടുക്കാൻ പറ്റുമോ? കൃത്രിമശ്വാസം കൊടുക്കാം. ഇന്നാളൊരു പെണ്ണ് ബൈക്കിൽ നിന്ന് വീണപ്പോ നീ കൊടുത്തല്ലേ? അത് പെണ്ണിന് ഈ ചാണാപ്പിൾ സാധനത്തിന് ഞാൻ കൊടുക്കാല. അതെ കുഴപ്പമില്ല, ഞാൻ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കണോ? കാരണം പെട്ടെന്നൊരു അത്യാവശ്യം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ. നമുക്ക് എന്താ സാറേ കൃത്രിമ ശ്വാസം കൊടുക്കാൻ പറ്റുമ്പോൾ ഒറിജിനൽ ശ്വാസം ഇങ്ങോട്ട് അടിക്കുക. അപ്പൊ ജീവനുണ്ട് സംഭവത്തിൽ. വേറെ കാര്യം, നിങ്ങളെ വേറെ മാർഗമുണ്ട്. നിങ്ങൾ ഈ ടയറിന് കാറ്റടിക്കുന്ന പമ്പുണ്ടോ? പമ്പിങ്ങട് വേറെ പണിയുണ്ട്. പമ്പ് എന്തിനാ? ട്രെയിനിങ് സമയത്ത് അതൊക്കെ ഉണ്ടോ? ഞാൻ കാണിച്ചുതരാം. പമ്പ് അതെടുത്ത് അവന്റെ വായിലോട്ട് വെച്ചു. ഞാൻ വായിലോട്ട് വെക്കുക. ഈ ട്യൂബ് എടുത്ത് അവന്റെ വായിലോട്ട്. അല്ല സാറേ നിക്കടോ ഒന്ന് സമാനപ്പെടും. നമ്മൾ നിൽക്കുക സമാനമുള്ള കേസാണല്ലോ. വെച്ചു കൊടുത്താ അയ്യോ കാറ്റ് പോയി. അയ്യോ എവിടെ ലീക്ക് ഉണ്ടല്ലോ. അപ്പൊ അയ്യോ സാറേ, ഇനി അടിക്കല്ലേ. ഇനി അടിച്ചാ എന്റെ വാൽ ട്യൂബ് പൊട്ടിപ്പോവും. ടയർ പോലെ ചാടി എണീച്ചാണ്ട. ഇപ്പൊ എത്ര ദിവസം വേണം നിരാഹാരം കിടക്കാം? മൊത്തം ഏറായില്ലേ? കുഴപ്പമില്ല. അറസ്റ്റ് ചെയ്തോ. എടാ സാറിന്റെ പാഴ്സൽ ഇതെല്ലാം കൂടെ എത്രയാ? എന്റെ എല്ലാം കൂടി 390. അപ്പൊ ഒരു 10 രൂപ എക്സ്ട്രാ കിടക്കുക അല്ലേ? ഒരു 400 തയ്ക്കാൻ റൗണ്ട് ആക്കാൻ മാറില്ല. ഒരു കാര്യം, ഒരു 10 രൂപ ബാലൻസ് ഉണ്ട്. അപ്പൊ അതിന് ആ 10 രൂപയ്ക്ക് ഒരു 3 ചിക്കൻ ഫ്രൈ കിട്ടും. ആ ബാലൻസ് 10 രൂപയ്ക്ക് ഒരു 3 ചിക്കൻ ഫ്രൈ എടുത്തോ. അല്ല 3 ചിക്കൻ ഫ്രൈക്ക് ചോക്കാണ് ഇഷ്ടം. പറഞ്ഞില്ല, ഞാൻ തമാശ പറഞ്ഞൊരു പോലീസുകാരാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ എത്ര 400 ആയില്ലേ? 400 എടുത്തു. ഇതെടുത്തു. ഓംപ്ലേറ്റ് എടുത്തോ. സിംഗിൾ എടുക്കാം. ഓംപ്ലേറ്റ് സിംഗിൾ ഓംപ്ലേറ്റ്. സത്യം പറഞ്ഞാലോ ഈ രാജ്യത്ത് ഇറക്കുന്ന എന്തൊരു വിരോധാവസ്ഥ ഒന്ന് ആലോചിക്കും. എന്താ സാറേ? നമ്മുടെ ഈ കോഴിമുട്ടയ്ക്ക് വെറും 10 രൂപയാണ്. അത് ഓംപ്ലേറ്റ് അടിച്ച സിംഗിളിന് 10 രൂപ. അതെ. പക്ഷേ ഈ കോഴിമുട്ട വിരിഞ്ഞ് അതിനകത്തുനിന്ന് കോഴി വരുന്നു. ആ കോഴിയെ നമ്മൾ കറി വെക്കുന്നു, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു. അതിന് 100, 200, 300 രൂപയും. അതെ. സത്യം പറഞ്ഞാൽ ഈ കോഴിമുട്ടയ്ക്കല്ലേ 300 രൂപ 400 രൂപ വിലയിടേണ്ടത്? നമ്മൾ ഈ ചിക്കൻ ഫ്രൈക്ക് വെറും 10 രൂപയാണ് വിലയിടേണ്ടത്. അന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റ് അല്ലേ? അത് ജോക്കാണ് മിസ്റ്റർ. എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. എത്രയായിരുന്നു? 400. ഓ മൈ ഗോഡ്. എന്താ സാറേ? ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞ ഞാൻ കയ്യിൽ ATM ഇവിടെ ഒന്നും ഇല്ലാത്ത പെട്ടെന്ന് പൈസ എടുക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ടെന്ന് ഓർത്താണ് ഞാൻ. കുഴപ്പമില്ല, സാറ് കൊണ്ടുപോയിക്കോ. സാറ് പിന്നെ തന്നാ മതി. അല്ല നിങ്ങൾ ഈ രാത്രി ഇത് ഉറക്കം നിന്നിട്ട് നമ്മൾ വെറുതെ ഞാൻ സാറിന് ഒരു പോലീസാനപ്പുറല്ല. ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് വേറെ നമുക്കൊരു നമ്മുടെ ഒരു ബന്ധത്തിന് കുഴപ്പമില്ല സാറേ. അല്ല പ്രശ്നമില്ല. അത് ഞാൻ അത് എന്താണെന്നറിയാമോ? ഒരു കാര്യം ചെയ്ത ATM എടുത്തോണ്ട് ഞാൻ ATM ഒരു 3 കിലോമീറ്റർ അപ്പുറം പോകണം. ആണോ? ഞാൻ കാർഡ് തരട്ടെ. സ്വൈപ്പ് ചെയ്യാൻ എനിക്ക് കാലും പാടില്ല. അല്ല സ്വൈപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ കാർഡ് തരാം എന്റെ. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല, സാറ് കൊണ്ടുപോയിക്കോ. ഒരു കാര്യം പിടിച്ചാൽ ഞാൻ ജസ്റ്റ് എന്റെ ബാഗിലുണ്ടോ നോക്കട്ടെ. സാറേ കുഴപ്പമില്ല സാറേ, അങ്ങനെയുള്ള ഇതൊന്നും അല്ല. അതെ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് പൈസ ഉണ്ടോ? പൈസ ഉണ്ട്. ഞാൻ പറയാം ഇടയ്ക്ക് ഞാൻ ഇതിങ്ങനെ വെക്കുന്നോണ്ടേ പൈസ ഇരിപ്പുണ്ട്. 500 രൂപ 100 രൂപ ഉണ്ടാവും. ചേഞ്ച് തരാം. ചേഞ്ച് ഉണ്ടാവില്ല സാറേ. ഉണ്ടാവില്ലേ? ചേഞ്ച് കാണൂല. അല്ല 200 ഉണ്ട്. 400 ഉണ്ട്. ഈ സാധനം 400 ഉണ്ട്. ഫ്രഷ് ആയിട്ടൊരു സാധനം.
ഞാൻ ഫ്രഷ് ആയിട്ട് സാധനം ഇവിടെ ഫ്രഷ് ആണ്. അതെടുത്ത് 200 രൂപ അധികം ടിപ്പാണ്. ജോക്ക് ജോക്കല്ലേ? ചോക്കല്ല, നല്ല വിളഞ്ഞ നോട്ട് അങ്ങോട്ട് തന്നപ്പോ ചോക്കാ. ചോക്കല്ല, പൈസ ഇത് പ്ലാവിലല്ലേ സാറേ? പ്ലാവലയാ നോട്ട് അങ്ങോട്ട് വന്നപ്പോ ഗാന്ധിജിയുടെ അവിടെ നോട്ട്. ഇതെന്തറിഞ്ഞിട്ടാ പറയുന്നത്? എന്താ? 84 ടൈറ്റാനിക് കപ്പല് മുങ്ങിയാ. കപ്പിത്താനായിരുന്നു, മരിച്ചു പോയി ഞാൻ. ഇന്നലെ 2ാമത് കപ്പൽ കയറി വന്ന കേസാ. അത് ശരി. അല്ല, ഇവിടെ സൈക്കിൾ ഇല്ലായിരുന്നു. ഇവിടെ സൈക്കിൾ എന്റെ അണ്ണന്റെ സൈക്കിളിന് ബെല്ലില്ല, ബ്രേക്കില്ല, മൽഗാടില്ല, ഇല്ല. അതെന്നാ? എന്റെ അണ്ണന്റെ സൈക്കിൾ ഇല്ല. വട്ടാണ്. അയ്യോ എന്താ വിശേഷം? ഒന്നുമില്ല. ചായ കുടിച്ചാ? ഇപ്പൊ കുടിച്ച്. അന്തര എനിക്ക് ചായ കുടിക്കാം. ചായ കുടിച്ച്. അന്തര എനിക്ക് ചായ കുടിച്ചാ? കുടിച്ചെന്ന് സാധനം കൊടുക്കണ്ടോ? ഒരു ദോശ തരുമോ? ഒരു ദോശ തരുമോ? ജോക്കാണ് മിസ്റ്റർ. മനസ്സിലായി. മുഴുത്ത വട്ടാണ്. ഒരു ദോശ കൊടുത്ത് പറഞ്ഞുവിടാൻ നോക്ക്. പുള്ളി പോവും. ദോശ കൊടുത്തു. ഒരു ദോശ ഇവിടെ കണ്ടാ പറയൂ ഭ്രാന്തനാണ്. ഒരു ദോശ. പ്ലേറ്റ് ഒന്നും വേണ്ട. ഒരിച്ചിരി ചമ്മന്തി പ്ലേറ്റിൽ കൊടുക്കും. പ്ലേറ്റിൽ വെച്ച് കൊടുക്കും. കഴിച്ചിട്ട് പോക്കോളട്ടാ. അധികം ഇടപെടണ്ട. സാധനമൊന്നും കൊടുക്കട്ടാ. മോർണിംഗ് കഴിച്ച് പോ. ഓക്കെ. ഹലോ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ, നേരെ വരികയാണ്. കസ്റ്റമർ ലേറ്റായി പോയി. എന്തായാലും കല്യാണത്തിന് വരണം. കാര്യം ഞാൻ അറിയാലോ, ഞാൻ ഡൽഹിയിൽ നിന്ന് ഇന്നിപ്പോ ഫ്ലൈറ്റ് ഇപ്പൊ ഇറങ്ങിയുണ്ട്. വേണ്ടപ്പെട്ട കുറെ ആൾക്കാരെയൊക്കെ വിളിക്കാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ വൈകിട്ട് വിളിക്കാം. എന്താ വേണ്ടത്? ഒരു ചായ ഒരെണ്ണം കുടിച്ചിട്ട്. ഓക്കെ, ബൈ. ഹായ്. അതെ ബൈ. ഞാൻ ബായിയല്ല, മലയാളിയാണ്. അയ്യോ, ചായ ഉണ്ട്. ചായ ഉണ്ട്. ചായ മാത്രല്ല, കാപ്പി ഉണ്ട്, ഹോർലിക്സിന്റെ എല്ലാം ഉണ്ട്. അല്ല, ബംഗാളിയുടെ ചായ ഉണ്ടെന്ന് പറയുന്നു. പുള്ളിക്ക് നീഗ്രോടെ ചായ ഉണ്ടല്ലോ ഞാൻ പറയേണ്ടത്. നിന്നെ കണ്ട എല്ലാരും പറയും ബംഗാളിയാണെന്ന്. എന്താ സാർ? എ ക്ലാസ് ദൂത്. എന്താ? ആര്? ദൂതുണ്ടോ? ദൂതാ? ദൂത് മിൽക്ക് പാലുണ്ടോ? ഞാൻ പാലാണ് കുടിക്കണത്. പാലാ കുടിക്കണത്. കണ്ടാലും പറയും പാല് കുടിക്കണ ആളാണ്. അതെ, ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം കേരളത്തിലേക്ക് വരുള്ളൂ. മാവേലിയാണോ? അതല്ലെന്ന്. പിന്നെ ഞാൻ എന്റെ ബിസിനസ് ഒക്കെ ഇവിടെയാണ്, മുംബൈയിലാണ്. ആണോ? അത് ശരി. അപ്പൊ ഇപ്പൊ കല്യാണമായിട്ട് കുറച്ച് പേരെ വിളിക്കാനുണ്ട് കേരളത്തിൽ. രാഷ്ട്രീയക്കാരൊക്കെ എന്റെ വേണ്ടപ്പെട്ട ടീമാണ്. ആണോ? അപ്പൊ ഞാൻ ഇങ്ങനെ അവരെ വിളിക്കാനായിട്ട് ഇവിടെ വന്ന വഴിക്ക് നമ്മള് കളക്ടറിന്റെ അടുത്ത് കയറി. പുള്ളി എന്റെ ഫ്രണ്ടാണ്. വിളിച്ചപ്പോ ഉടനെ പറയാണ്, എന്തിനാ നീ വന്നെന്ന്. അത് എനിക്ക് തോന്നി എന്തിനാ വന്നത് സാറേ. അല്ല, അതല്ലെന്ന്. കളക്ടറിന്റെ ഒരു മെസ്സേജ് അയച്ചാ പോരെന്ന്. അത്ര കഴിക്കാനായിട്ട് എന്താ ഇവിടെ? പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, പിന്നെ കടി ചെറുകടി. ഒരു 4 പൊറോട്ട ചിക്കൻ ഫ്രൈ പാഴ്സൽ എടുത്തു. സാറ് 4 പൊറോട്ട ചിക്കൻ ഫ്രൈ കേട്ടോ, പാഴ്സൽ പെട്ടെന്ന് 4 പൊറോട്ട ചിക്കൻ ഫ്രൈ. 4 വെറൈറ്റി ആണ്. കച്ചവടം എങ്ങനെ പോണു? കുഴപ്പമില്ല, ഈ ഏരിയ ഇച്ചിരി മോശമാണ്. ഹലോ 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 ഹലോ, മനസ്സിലായോ? എന്നെ മനസ്സിലായോ? നോക്കൂ. ഇല്ല, മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ ഭയങ്കര എത്ര വർഷമായിട്ടുള്ള ബന്ധം? 1, 2, 3, 4, 5, 8 വർഷമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ തമ്മിൽ. അതെ, 8 വർഷം. ഇടയ്ക്ക് 1, 2 വർഷം നമ്മൾ ഗ്യാപ്പാണ്. കാരണം എനിക്ക് വിളിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. ഭയങ്കര. കാരണം ഞാൻ നിങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിയമപരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം. മനസ്സിലായില്ല? ബോംബെ, ധാരാവി, ഉസ്താദ് ഹോട്ടൽ. മനസ്സിലായോ? അങ്ങോട്ട് കിട്ടണില്ല. SI പ്രഭാകർ. നീ ആയിരുന്നല്ലേ? മനസ്സിലായോ? എന്റെ ഫ്രണ്ടാണ്. അറിയാം, ആളറിയോ? ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് എവിടെയായിരുന്നു? ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. കാരണം ഞാനിപ്പോ ഇങ്ങോട്ട് മാറി വന്നേ ഉള്ളൂ. അതല്ലേ, ഒരു കാര്യം പറയാൻ നിന്നെ കണ്ട സ്ഥിതിക്ക് ഞായറാഴ്ച എന്റെ കല്യാണം. ഞായറാഴ്ച എന്ന് പറയുമ്പോ 16-ാം തീയതി. 16-ാം തീയതി ഞായറാഴ്ച അല്ലേ? നമുക്ക് തിങ്കളാഴ്ച ആക്കാൻ പറ്റുമോ? പണ്ട് തമാശക്കാരൻ കുറച്ച് തമാശ കാണിച്ചു. 16-ാം തീയതി ഞാൻ വരും കേട്ടോ. കൃത്യമായി കല്യാണത്തിന് വരിക. ഓക്കെ, പക്ഷെ ഇന്ന് നമ്മളൊന്നും കൂടും. നൈസായിട്ട് കൂടി അടിച്ച് പൊളിച്ച് കുറെ നാൾക്ക് ശേഷം നമ്മൾ കണ്ടുപിട്ടത്. ഇന്ന് ഞങ്ങളൊന്ന് തകർക്കും. അല്ല, നിങ്ങൾ തമ്മിൽ തകർക്കണം. കാര്യം എന്ന് പറഞ്ഞാലേ, ഇവനൊന്നും സംഭവം ഞാൻ കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. കല്യാണത്തിന് പുള്ളിനെ വിളിച്ചില്ല. കല്യാണത്തിന് ഇപ്പൊ വിളിക്കുമല്ല, കല്യാണത്തിന് വിളിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ പുള്ളിനെ കല്യാണത്തിന് വരും, ഉറപ്പാണ്. നമുക്ക് പറഞ്ഞല്ലേ കല്യാണം സർപ്രൈസ് കൊടുക്കണം. സർപ്രൈസ് ഇപ്പൊ തരും. ഒന്ന് വിളിച്ചാൽ മതി. തരും. പുള്ളിക്ക് സർപ്രൈസ് കിട്ടിയേട്ടാ. മനസ്സിലായോ? ഇല്ലയോ? മനസ്സിലായി. DYSP ബെഞ്ചമിനാണ് മിസ്റ്റർ. മനസ്സിലായോ? എത്ര നാളായി കണ്ടിട്ട്? നമ്മൾ 1, 2, 3, 4, 5, 8 വർഷമായിട്ട് നമ്മൾ പരിചയമുണ്ട്. പക്ഷെ 1, 2 വർഷമായിട്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്നും വിളിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടു. ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന വഴിക്ക് ഒന്ന് കയറി. മനസ്സിലായോ? കറക്റ്റായിട്ട് മനസ്സിലായല്ലേ?
നീ എവിടായിരുന്നാ നീ? പിന്നെ 16-ാം തീയതി എന്റെ കല്യാണമാണെന്ന് നീ കൃത്യമായിട്ട് പറഞ്ഞു. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ 4 പോലീസുകാരെ എന്റെ കാര്യം കൊണ്ടുവരും. പിന്നെ ഒരു വണ്ടി നിറച്ച് ഇടിവണ്ടി പോലീസുകാരെ ഞാൻ ഇറക്കും. കാരണം അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം. പിന്നെ ഭക്ഷണം തയ്യാന്ന് ഞാൻ അവർ ആദ്യം ഇതും പറഞ്ഞ് എനിക്ക് അതിന് നാണക്കേടുണ്ട്. കേട്ടോ, മനസ്സിലാ? അത് കൃത്യമായിട്ട് അതിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ചോദിച്ചിട്ട് കൊപ്ര വേണോ? കൊപ്ര വേണോ? വേണോന്ന് പറഞ്ഞു. വേണം. അപ്പറേ വാ. അണ്ടർസ്റ്റാൻഡ്? കുണ്ട്ര ബസ് സ്റ്റാൻഡ് അടുത്താണ്, പോയിക്കോ. ഓക്കെ. 1 മിനിറ്റ് സൈലന്റ്. കോൾ വരുന്നുണ്ട്. മിനിറ്റ് അങ്ങോട്ട് മാറി നിർത്തോ. ഓക്കെ. കോൾ വരുന്നുണ്ട്. ഹലോ, KSEB ഓഫീസറാണ്. KSEBിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. പറയൂ. ഹലോ സാർ, ഇവിടെ കറണ്ട് ഇല്ലല്ലോ കുറേ നേരമായിട്ട്. അത് കുഴപ്പമില്ല, ഞാനത് ഡീൽ ചെയ്യാലോ. ഇവിടെ സ്റ്റാഫിനെ ഞാൻ പറഞ്ഞു വിടാം. സാർ, ഒത്തിരി നേരം ഞങ്ങളുടെ മാമിന് വയ്യാ കിടക്കുകയാണ്. പുള്ളി വിയർത്തൊലിച്ച് ഇവിടെ നനഞ്ഞു കിടക്കുന്നു. അങ്ങനെയാണ് ഇച്ചിരി സോപ്പിട്ട് കൊടുക്കും, നമുക്ക് കുളിപ്പിച്ചെടുക്കാം. മിസ്റ്റർ സാർ, തമാശ പറയില്ലേ, പെട്ടെന്ന് കറണ്ട് ഇടും സാർ. എത്രയും പെട്ടെന്ന് കറണ്ട് ഇടും. ഓക്കെ, ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഓക്കെ മാഡം. ഓക്കെ സാർ, വലിയ ഉപകാരം. എന്ത് ചെയ്യാനാ KSEB ഓഫീസറോട്ട് വിളിച്ച? ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം, എന്റെ ജീപ്പ് എത്തി ഇവിടെ കിടന്നാ? ജീപ്പ് ആരാണ്ട് എടുത്തിട്ട് എന്താടോ വട്ടല്ല ചതിര പോടോ. അതെ, എന്റെ ജീപ്പ് കണ്ടില്ല. കുഴപ്പമില്ല, ഞാൻ സൈക്കിളിൽ കയറി ഞാൻ കുതിരപ്പുറത്ത് പോകുന്നു. അമ്മ കുതിപ്പിച്ചോളത്തില്ല. ഡ്യൂട്ടിയിലാണ്. ഞാൻ ഡ്യൂട്ടിയിലാണ്. ചേച്ചിടാ. അയ്യോ ആങ്ങളെ, ഒന്നും വിചാരിക്കല്ലേ, ചെറിയൊരു അസുഖമുണ്ട്. ചെറിയ പെൺപിള്ള ഇവന് മുഴുത്ത ഭ്രാന്താണ്. ചെറിയ അസുഖം. വിളിച്ചോണ്ട് പോ. എന്ത് ചെയ്യാന്? ഇപ്പൊ എങ്ങനെ ആ ഭ്രാന്തനൊക്കെ വീട്ടിൽ കൊണ്ടേ പൂട്ടിട്. ഞാൻ ചങ്ങലക്കിട്ടിരുന്ന തൊടലും പൊട്ടിച്ച് പോകുന്നത്. തൊടലൊക്കെ ഉള്ള ആളാണല്ലേ. എടാ പാടാ പറഞ്ഞു. ഈ പടയുടെ കാര്യം തൊപ്പിയൂരിടാ. ഞാൻ തൊപ്പി ഇങ്ങോട്ട് ഊരാ. ഇതെന്തൊരു നാറ്റമെന്ന് പറയുന്നത്. ജോലി ഞാൻ സമ്മതിക്കൂല. അടി വെച്ച് വന്നാണ്ട് ഈ ചെറുക്കന്റെ ശല്യം കാരണം എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല, അറിയാവോ? ചേച്ചിക്ക് എന്താ ജോലി? സിറ്റി പോലീസ് കമ്മീഷണറാണ്. വണ്ടി എടുക്കടാ. കുട്ടമ്പള സാർ എടുത്താൽ മതി. ഈ കുട്ടമ്പിള്ള വണ്ടി എടുക്കൂല. നീ കുട്ടമ്പള സാർ എടുത്താൽ മതി. വണ്ടി എടുക്കാൻ പോയി. സോറി സാർ, SI എടുക്കില്ല. കുട്ടമ്പള സാർ എടുക്കണം. ജീപ്പ് എടുക്കാൻ പോയി. ഒരു കാര്യം, നമുക്ക് ബൈക്കിൽ കയറി നമുക്ക് ഓട്ടോക്കകത്ത് പോയാലോ? ഓട്ടോക്കകത്ത് പോയാലോ? കുതിര വണ്ടി ആയാ? ഓട്ടോ മതി. കുടുംബം മൊത്തം ഭ്രാന്തായിട്ടാ. എന്റെ ദൈവമേ. അല്ല, അവരെങ്ങോട്ടാ പോയത്? എങ്ങോട്ടാ? തന്റെ കല്യാണത്തിന് പോയേക്കാണ്. വേണേ ചെല്ലി. എന്റെ കല്യാണത്തിന് പോയേക്കണം. ഞാൻ ബോംബെയിലേക്ക് പോവുകയാണ്. പോയാലേ ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം ഇരിക്കണം? ഇത് ഭ്രാന്തനാണ്. എന്റെ പൊന്നെ, ഈ സ്ഥലത്ത് കൊണ്ടൊന്ന് കടയിട്ടിട്ടേ. നീ നിരാഹാരം കിടന്നാളല്ലേ, പിന്നെ നീ വലിച്ചു മന്തി തിന്നോണ്ടിരിക്കണത്? നോക്കിയത് ഇതിന്റെ ചിക്കൻ ഫ്രൈ എടുത്ത് നിന്നാ ഒരു 250 രൂപയുടെ സാധനം ഉണ്ട്. കാശെടുക്കും. എന്റെ കൈ കാശൊന്നുമില്ല. നിന്റെ കാശില്ലെന്നാ? എന്റെ കൈ കാശില്ല. അതിനാ കാശില്ലാത്ത? കാശ് കിട്ടാതുണ്ടല്ലോ ഞാൻ നിരാഹാര സമരം ഞാൻ ഇവിടെ കിടക്കുന്നത്. അതിന് എന്റെ കയ്യിൽ എവിടുന്നാണ് കാശ്? എടാ, കാശില്ലാണ്ടാണ് നീ മൂക്കുമുട്ട വാരി തിന്നണത്. അനിയ, ഉയിര് കിടന്നാൽ ഊഞ്ഞാലാടിയെങ്കിലും ജീവിക്കാം.